ഒരു അത്യാവശ്യ കാര്യം മേടിക്കാനായിട്ട് ജംഗ്ഷനിലോട്ട് വന്നതാണ്. അവിടെയാണെങ്കിൽ ഒരു പാർട്ടി സമ്മേളനം നടക്കുന്നു. ഒരു നേതാവ് ഇങ്ങനെ ഭയങ്കര ശക്തമായി പ്രസംഗിക്കുന്നു. പക്ഷേ ഓഡിയൻസ് ഒന്നും ഇല്ല. പിന്നെ നേരെ ആ കടയിൽ വന്ന് സാധനങ്ങളൊക്കെ ഇങ്ങനെ നോക്കുക. എന്തെങ്കിലും ഒരെണ്ണം മേടിക്കാനായിട്ടായിരിക്കും വരുന്നത്. പക്ഷേ അരിച്ചു പറക്കുമല്ലോ, നമ്മൾ കടയിൽ കയറി അങ്ങനെയാണല്ലോ. അങ്ങനെ നിന്നപ്പോഴാണ് നമുക്ക് പരിചയമുള്ളൊരു മുഖം, നമ്മുടെ ദീപ്തി ടീച്ചർ. ടീച്ചർ എന്നെ കണ്ടപ്പോഴേ പറഞ്ഞു, അയ്യോ എൻ്റെ നേരെ ക്യാമറ ഫോക്കസ് ചെയ്യല്ലേ എന്നൊക്കെ. ഞാൻ കേട്ടൊന്നുമില്ല. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം സംസാരിച്ചിട്ട് ടീച്ചർ പോയി. അത് കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ ഞങ്ങളുടെ പണി കണ്ടിന്യൂ ചെയ്തു. ഞാൻ പിന്നെ എപ്പോഴും ഒരുപോലെ തന്നെ എല്ലാം എടുക്കും, അതുപോലെ തിരിച്ചു വയ്ക്കും. ഇങ്ങനെ എടുക്കാം എന്ന് വിചാരിച്ചു, അതായത് മേടിക്കാമെന്ന് വിചാരിച്ച് എടുക്കുമ്പോൾ എൻ്റെ മനസ്സിങ്ങനെ പറയും, ഇപ്പം വേണ്ട, പിന്നെ മേടിക്കാം, പിന്നെ തിരിച്ച് വെച്ചേക്കെന്ന് പറയും. അപ്പം പിന്നെ ഞാനങ്ങ് തിരിച്ചു വയ്ക്കും. പിന്നെ ബില്ലൊക്കെ പേ ചെയ്ത് തിരിച്ച് വന്നപ്പോഴും അതേ ചേട്ടൻ പ്രസംഗം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നേ ഉള്ളൂ. കേൾക്കാൻ ആളുകളൊന്നും ഇല്ലെങ്കിലും പുള്ളിക്ക് അതൊന്നും ഒരു വിഷയമല്ല.